sir, please. Good evening, all. Good morning. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് ഇപ്പൊ നിർത്തിയുള്ളൂ. ഏതായാലും കുറച്ച് എക്സ്പീരിയൻസുകൾ ഞാൻ കേട്ടു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത്. ഒരുപക്ഷെ ഇന്ന് എന്നെ ആദ്യമായി ശ്രമിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ എന്തിനാണ് ഈ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത് എന്നതിന്റെ ഉത്തരം പറയുകയാണെങ്കിൽ അവരിത് എന്തിനാണ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം. ഞാൻ വളരെ ചെറിയ പ്രായം മുതലേ നാട്ടില് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ ഒരു സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ എന്തോ ആദ്യം എന്നോട് എനിക്ക് ഒരു വെറുപ്പാ തോന്നിയത്. അത് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടൊന്നല്ല. നാട്ടുകാർ മുഴുവൻ മണി ചെയിൻ, ആളത്ത് ചേർക്കൽ, കണ്ണി ചേർക്കൽ എന്നൊക്കെ പറയുമ്പോ ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു കുറുക്ക് വഴി അല്ലെങ്കിൽ എളുപ്പ വഴിയായിരിക്കും എന്ന ഒരു തോന്നലിന്റെ മേലെ എനിക്കുണ്ടായ ചിന്തയത്. എന്നാ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനൊന്ന് വ്യക്തമായി എന്റെ സുഹൃത്തിൽ നിന്ന് കേട്ട സമയത്ത് ഇതിനകത്ത് വഴി ലക്ഷങ്ങളും കോടികളും കിട്ടുമോ ഇല്ലയോ എന്നതിനേക്കാൾ ഉപരി ഞാൻ ചിന്തിച്ച ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതിനകത്ത് വഞ്ചിക്കപ്പെടുന്നുണ്ടോ. ഞാനത് വഞ്ചിക്കപ്പെടുക എന്നാണ് ഉദ്ദേശിച്ചത്. ഒന്ന്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നഷ്ടപ്പെടുക, അതിനേക്കാൾ ഉപരി എനിക്ക് മാനനഷ്ടം സംഭവിക്കുക. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഏതെങ്കിലും തട്ടിപ്പോരെ കൈ കൊടുത്ത് എന്റെ പണം നഷ്ടപ്പെടുന്നുണ്ടോ, ഇതായിരുന്നല്ലോ ഒന്നാമത്തെ ചിന്ത. ഇവിടുന്ന് മുടക്കുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടുന്നുണ്ട് എന്ന് എന്റെ ലീഡർ, അതായത് എന്നെ പരിചയപ്പെടുത്തിയ ആള് പറഞ്ഞപ്പോ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഞാൻ വഞ്ചിക്കപ്പെടുന്നില്ലല്ലോ. ഞാൻ മുടക്കുന്ന പൈസക്ക് എനിക്ക് ഉൽപ്പന്നം കിട്ടുന്നുണ്ട്. ഞാൻ രാവിലെ പല്ല് തേക്കുന്നുണ്ട്, സോപ്പ് വെച്ച് കുളിക്കുന്നുണ്ട്, ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് നെയിം ഒന്ന് മാറ്റേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ ശീലങ്ങളൊന്നും ഞാൻ മാറ്റണ്ട. അത് രാവിലെ എണീച്ചാൽ പല്ല് തേക്കാൻ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, കുളിക്കാൻ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ പ്രായം മുതലേ നമ്മൾ പഠിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം. അതിനകത്ത് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് നെയിം ഒന്ന് മാറ്റാൻ മാത്രമേ എന്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഞാൻ വഞ്ചിക്കപ്പെടുന്നില്ലല്ലോ, എനിക്ക് നഷ്ടമില്ലല്ലോ. എന്റെ ഒന്നാമത്തെ ചിന്ത അതായിരുന്നു. രണ്ടാമത്തെ എന്റെ പേടി, ഞാൻ എന്തോ എളുപ്പവഴി പണം ഉണ്ടാക്കാൻ വേണ്ടി ആരോ ഈ പണം കൊടുത്തിട്ട് നാളെ അത് കമ്പനി അടച്ചു പൂട്ടുന്നതുകൊണ്ടോ കമ്പനി മനഃപൂർവ്വം നമ്മൾ വഞ്ചിക്കുന്നതിന്റെ ഭാഗമായി പണം നഷ്ടപ്പെട്ടു പോയാൽ നാട്ടിലെ ആളുകളൊക്കെ പറയില്ലേ, വെല്ലി മറ്റേ മണി ചെയ്തത് പൈസ പോയി കിട്ടി. അപ്പോ ആള് ചിരിക്കൂലേ, ശരിക്കും ഞാനൊരു പൊട്ടനാണെന്ന് ആള് പറയില്ലേ. അതായിരുന്നു എന്റെ രണ്ടാമത്തെ ചിന്ത. അപ്പോ ഞാൻ ആരെയും കൈ പണം കൊടുത്ത് ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. പണം കൊടുത്ത് അപ്പൊ തന്നെ എനിക്ക് ഉൽപ്പന്നം കിട്ടും. അന്ന് എന്റെ ലീഡർ കൈ ഉൽപ്പന്നം തരുന്ന പറഞ്ഞത്. ഇന്ന് നമുക്ക് എല്ലാ ജില്ലകളിലും നമ്മൾ ഔട്ട്ലെറ്റുകളുണ്ട്, അവിടെ കൊണ്ട് പണം കൊടുത്ത് അപ്പൊ തന്നെ സാധനം വാങ്ങിക്കുക. അപ്പൊ പിന്നെ പണം കൊടുത്ത് കമ്പനി പൊട്ടിയെന്നോ ഉൽപ്പന്നം തരാതിരുന്നോ കബളിപ്പിട്ടുന്നോ ആരും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ രണ്ട് പേടികൾക്ക് എനിക്ക് ആദ്യം തന്നെ മറുപടി കിട്ടി. ഈ ബിസിനസ്സിനകത്ത് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഒന്ന് പേടിയും, രണ്ട് മടിയാ. ഇതില് എന്റെ പേടി എന്റെ പണം നഷ്ടപ്പെടുവോ, രണ്ട് ഞാൻ വഞ്ചിക്കപ്പെട്ട് ആളുകളുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായി പോവും. ഇത് രണ്ടും ഇല്ലെന്ന് ഉറപ്പായപ്പോ എന്റെ പേടി മാറി. ഞാൻ മുടക്കിയ പൈസക്ക് എനിക്ക് ഉൽപ്പന്നം കിട്ടി, ഞാൻ ഉൽപ്പന്നം ഉപയോഗിച്ചു ഞാൻ വീണ്ടും വാങ്ങിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇത് തന്നെയല്ലേ എന്റെ കൂട്ടുകാരും എന്റെ അയൽവാസിയൊക്കെ ചെയ്യാൻ. ആ ഉൽപ്പന്നം ഞാൻ വീണ്ടും വാങ്ങിച്ചതിന്റെ കാരണം ആ ഉൽപ്പന്നം മൂല്യമുള്ളതുകൊണ്ട്, ഗുണമേന്മയുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്റെ സുഹൃത്ത് പറഞ്ഞ ഒറ്റത്തവണ വാങ്ങി ഉൽപ്പന്നം ഗുണനിലവാരമില്ലായിരുന്നെങ്കിൽ പിന്നീട് ഞാൻ വാങ്ങിക്കില്ല. ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന എന്റെ സുഹൃത്തുക്കളും വാങ്ങിക്കാൻ സാധ്യതയില്ല. ഞാൻ വാങ്ങിച്ചപ്പോ എനിക്ക് വിശ്വാസമായി. സ്വാഭാവികമായും എന്റെ സുഹൃത്തുക്കളും അത് തന്നെ റീപർച്ചേസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഉറപ്പായി ഈ ഉൽപ്പന്നങ്ങൾ മികച്ച ഗുണമേന്മയുള്ളവയാണ്. അപ്പോ എന്റെ പേടി മാറി. രണ്ട്,
ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലോ ആളുകൾ മുഴുവൻ ഓടിക്കൊണ്ട് നിൽക്കുന്നത്. അതിൽ രക്ഷപ്പെടുന്ന ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിഭാഗവും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ ആളുകൾ കച്ചവടക്കാർ, ബിസിനസ്സുകാരാണ്. അതായത് വിൽക്കുന്നവൻ. വാങ്ങുന്നവൻ ജീവിച്ചു പോയിട്ടുള്ളൂ, വിറ്റവനാണ് പണം ഉണ്ടാക്കുന്നത്. അപ്പോ ഈ വിൽപ്പന രംഗത്തേക്ക് കടന്നു വരുന്നതിന് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ബികോമിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ. അനാവശ്യമായ സ്ഥലം അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ റൂം, ബിൽഡിംഗ് എന്തോ, അവിടെ കുറെ തൊഴിലാളികൾ, അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള പൈസ, അവിടേക്കുള്ള മുതൽ മുടക്ക്. ശരാശരി ഒരു 1000 രൂപയുടെ കച്ചവടം നടക്കണമെങ്കിൽ ഒരു 40,000 രൂപയുടെ സ്റ്റോക്ക് വേണമെന്ന കണക്ക്. അപ്പോ 10,000 രൂപ കച്ചവടം നടക്കണമെങ്കിൽ 4 ലക്ഷം സ്റ്റോക്ക്. അപ്പൊ 1 ലക്ഷം രൂപ കച്ചവടം നടക്കണമെങ്കിൽ 40 ലക്ഷം സ്റ്റോക്ക്. അങ്ങനെയൊക്കെ സ്റ്റോക്ക് ചെയ്ത് കച്ചവടം ചെയ്യാൻ സാധാരണക്കാരെ കയ്യിലില്ല. അതുകൊണ്ട് കച്ചവട രംഗത്തേക്ക് വരുന്നില്ല. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങി MRP വിൽക്കാം. എന്റെ നാട്ടിലെ ഓൾമോസ്റ്റ് ഒരു 70-80% കച്ചവടക്കാരും എവിടെയോ വെച്ച് ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങി വെച്ച് MRP വിൽക്കുന്നവരാണ്, റീറ്റെയിൽ ചെയ്യുന്നവരാണ്. ഇത് ഞാൻ ലക്ഷങ്ങളും കോടികളും മുതൽ മുടക്കാതെ, മാസ വാടക കൊടുക്കാതെ, സ്റ്റാഫിനെ വെക്കാതെ എനിക്ക് വാങ്ങി വിറ്റ് ജീവിക്കാം. എന്നോട് ഉൽപ്പന്നം വാങ്ങിച്ചവരൊക്കെ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നുണ്ട്. അപ്പം പണമുണ്ടാക്കാൻ വിൽപ്പനയാണ് ഏറ്റവും നല്ലത്. ആ വിൽപ്പനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ലാൻഡ് ലേബർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ തടസ്സം ആധുനിക കാലത്തിന് ടെക്നോളജി വഴി MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയുടെ അപ്ലിക്കേഷൻ വഴി എനിക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ വാങ്ങി വിറ്റ് വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഇനി എന്നെ ഏറെ ആകർഷിച്ചത് ഇപ്പൊ വാങ്ങി വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നാളെ നമ്മൾ 10 ദിവസം ലൈവ് അല്ലാതെ കിടന്നു പോകുന്ന സമയത്തോ ബിസിനസ് മാറി നിൽക്കേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം വീട്ടിലെ കുടുംബത്തിൽ വരുന്ന സമയത്തും നമ്മുടെ കൂടെ വരുന്ന ആളുകൾ ചെയ്യുന്ന ബിസിനസിന്റെ ഒരു വോളിയം, ഒരു ഇൻകം നമുക്ക് കമ്പനി തരും. അത് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയും. ആ പാസീവ് ഇൻകം ആണ്. ഞാന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ സീനിയർ സെയിൽസ് മാനേജറായി ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ച് മാനേജറായി പ്രൊമോഷൻ തരാം എന്ന് പറഞ്ഞു നിൽക്കുന്ന വോളിയം, അതിന് മാച്ച് ചെയ്യുന്ന ഇൻകം ഞാൻ നോമിയായി കാണിച്ചത് എന്റെ ഭാര്യയ്ക്ക് കിട്ടും. ഭാര്യ ഇല്ലാത്ത കാലത്ത് എന്റെ മക്കൾക്ക്, അങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ കൈമാറാം. ഞാൻ നേരത്തെ ചെയ്ത മേഖലയിൽ ഞാൻ നാളെ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്റെ ഭാര്യയ്ക്ക് എനിക്ക് പകരം ജോലി കൊടുക്കാനുള്ള സാധ്യതയില്ല. എനിക്ക് അങ്ങനെ ജോലി കൊടുത്താൽ ഞാൻ പെർഫോം ചെയ്താൽ അവൾ പെർഫോം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ഇവിടെ ഞാൻ ഈ ചെയ്തു വെക്കുന്നതിന്റെ റിസൾട്ട് ഞാൻ ഇല്ലാത്ത കാലത്ത് എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും അടുത്ത തലമുറകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ കഴിയുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിക്ക് ഒരു മുതൽ മുടക്കും ഇല്ല എന്നുള്ളതാണ് ഏറെ സന്തോഷിപ്പിക്കുന്നത്. ഇന്ന് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന, അല്ലെ നേരത്തെ ലീഡേഴ്സ് പറഞ്ഞ എക്സ്പീരിയൻസ് കേട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന പുതിയ വ്യക്തികളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ കോടീശ്വരനാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് നിങ്ങളുടെ ടീമിന്റെ പ്രവൃത്തി ആശ്രയിച്ച് നിൽക്കും. പക്ഷെ നിങ്ങൾ വഞ്ചിക്കപ്പെടില്ല. നിങ്ങളുടെ മുടക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടും. നിങ്ങളത് വാങ്ങി വിറ്റാൽ നിങ്ങൾക്ക് മാന്യമായ ലാഭം കിട്ടും. അത് നിങ്ങളെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെക്കാൾ കരുത്തുള്ള ലീഡർമാർ ഈ ഓപ്പർച്യൂണിറ്റി കടന്നു വരികയും അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നാളെ ഏതെങ്കിലും കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് പാസീവ് ഇൻകവും, നിങ്ങൾ ഇല്ലാത്ത കാലത്ത് നിങ്ങൾക്ക് നോമിനേഷൻ ഫെസിലിറ്റി വരും. നമുക്ക് മുമ്പേ വന്നവരൊക്കെ നമുക്ക് മുമ്പേ പോയി കഴിഞ്ഞു. നമ്മൾ ഈ മണ്ണിന്ന് പോവും, തർക്കമൊന്നുമില്ല. ആ സമയത്ത് നാളുകളിലേക്ക് നമുക്കൊരു കൊടുത്തേൽപ്പിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണത്. അങ്ങനെ അവരൊക്കെ മനസ്സിലെ ഏറ്റവും നല്ല ഓർമ്മകളായി നമുക്ക് മാറാൻ വേണ്ടി കഴിയും. ഈ കഴിഞ്ഞ ദിവസം മുകേഷ് അംബാനിയും ഭാര്യയും സംസാരിക്കുന്ന സമയത്ത് മുകേഷ് അംബാനി ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് അത് പണമാണോ
അല്ലെങ്കിൽ ആരോഗ്യമാണോ എന്ന് ചോദിച്ചപ്പോ ഭാര്യ നിധ അംബാനി പറഞ്ഞത് ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യവും പണവുമല്ല, മറിച്ച് ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് എന്ന. സത്യത്തില് നല്ല ആരോഗ്യമുള്ള സമയത്തല്ലേ നല്ല ഓർമ്മകൾ നമുക്ക് ഉണ്ടാവേണ്ടത്. കയ്യില് കൊള്ളാവുന്ന പണമുള്ള സമയത്തല്ലേ നല്ല ഓർമ്മകൾ അല്ലെങ്കിൽ നല്ല നിമിഷങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നത്. ഇന്നത്തെ ആരോഗ്യവും സമ്പത്തും ഉള്ള സമയത്തുള്ള ഏറ്റവും മനോഹരമായ നിമിഷങ്ങളല്ലേ നാളത്തെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ. അപ്പോ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സഹായിക്കുമെന്നാ പറയുന്നത്. നിങ്ങൾ വഞ്ചിക്കപ്പെടില്ല. നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം എൻഷുർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജനറേഷൻ ടു ജനറേഷൻ ആ കുടുംബത്തിലേക്ക് വരുമാനം എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിന് നഷ്ടസാധ്യതയില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങൾ പറയാനുള്ളത്. ഇതേപോലെ പല കമ്പനികളും നാട്ടിൽ പ്രവർത്തിക്കുകയും ഉൽപ്പന്നങ്ങൾ കൊടുക്കാതെ പ്രവർത്തിക്കുകയും അത്തരം കമ്പനികൾ പൂട്ടിക്കുകയും അതിന്റെ MD-മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് ഈ കമ്പനി അങ്ങനെ ഒരു കമ്പനിയല്ല. മുടക്കുന്ന പൈസക്ക് എല്ലാവർക്കും ഉൽപ്പന്നം കൊടുക്കുകയും ആ ഉൽപ്പന്നങ്ങൾ ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങി ഉപയോഗിക്കുകയും അതായത് റീപർച്ചേസ് ചെയ്യുകയും അത് ഉപയോഗിച്ച ആളുകൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സാർ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളിത് നിങ്ങളുടെ കൂടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു വലിയ സന്തോഷ വാർത്ത, നമ്മുടെ കമ്പനി അടുത്തൊരു ഡെവലപ്മെന്റിലേക്ക് കൂടി പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ 2024 എന്ന് പറയുന്ന ഈ വർഷം പുതിയ 8 പ്രൊഡക്റ്റ് കൂടി കമ്പനി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അതില് ഒരു പ്രൊഡക്റ്റ് പൈൽസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോ പൈൽസ് ഉള്ള ആൾക്ക് നമ്മുടെ ഇമ്മ്യൂണോത്രയും ബ്ലഡ് പ്യൂരിഫയർ കൊടുത്ത് നല്ല ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി പൈൽസിന് മാത്രമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കമ്പനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോ ഇമ്മ്യൂണോത്രി കൊടുത്ത് റിസൾട്ട് ഉണ്ട് എന്ന് പറയുന്ന നിങ്ങൾക്ക് ഈ ഒരു പുതിയ പ്രൊഡക്റ്റ് വരുന്നതോടുകൂടി 100% ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. മറ്റൊരു പ്രൊഡക്റ്റ് വെരിക്കോസ് വെയിന് വേണ്ടി മാത്രമുള്ളതാ. ഇപ്പോ വെരിക്കോസ് വെയിൻ വരുന്ന ആൾക്ക് ബ്ലഡ് പ്യൂരിഫയറും വെൽഹാർട്ട് കൊടുത്ത് കാലിലേക്കുള്ള ബ്ലഡിന്റെ പമ്പിങ് ഉറപ്പുവരുത്തുന്ന ഒരു പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ഹൃദയമാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്ന നമുക്ക് ഏറ്റവും അകലെ നിൽക്കുന്ന നമ്മുടെ അവയവമാണ് കാല്. ആ കാലിന്റെ താഴേക്ക് പോകുന്നതിനനുസരിച്ച് അങ്ങേ എൻഡില് വേഗത്തിൽ ബ്ലഡ് ഒഴുകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിയുമ്പോഴൊക്കെ നമ്മുടെ ഞരമ്പുകൾക്കൊന്നും പഴയ ഒരു ആവേശം ഇല്ലാതെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലഡ് പമ്പിങ് ഇത്തിരി സമയം അല്ലെങ്കിൽ ഇത്തിരി മോശം അവസ്ഥയിലേക്ക് മാറുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ബ്ലഡ് പ്യൂരിഫയറും വെൽഹാർട്ടും കൊടുത്ത് ഹാർട്ടിന്റെ പമ്പിങ്ങും ബ്ലഡിന്റെ സർക്കുലേഷനും ഉറപ്പുവരുത്തി ചെയ്തുകൊണ്ടാണ് ഇപ്പോ ഇതിന്റെ ആശ്വാസം കൊടുക്കുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് വെരിക്കോസ് വെയിന് മാത്രമായിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോ നമുക്ക് ഇന്നുള്ളതിന്റെ 10 ഇരട്ടി കോൺഫിഡൻസോടെ ഉൽപ്പന്നം കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും. മറ്റൊരു പ്രൊഡക്റ്റ് നമ്മുടെ ഞരമ്പുകളെ മൊത്തം വെയിൻസിനെ മുഴുവനും എംപവർ ചെയ്യുന്ന ഒന്നാണ്. സ്വാഭാവികമായും മനുഷ്യന് നല്ല ഉന്മേഷവും ആരോഗ്യവും ഒരു 40-50 വയസ്സ് കഴിയുമ്പോഴേക്കും ആളുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കൈകാൽ തരിപ്പ്, കടച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഉത്തമമായ പരിഹാരമായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ്. പിന്നെ മുടി കൊഴിച്ചില് വരാതിരിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന്റെ ക്വാളിറ്റിയും അതിന്റെ സൗന്ദര്യവും രണ്ടും ഉറപ്പുവരുത്തുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള കുറെ പുതിയ പ്രൊഡക്റ്റുകൾ കമ്പനി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അതോടുകൂടി നമ്മുടെ കയ്യിലേക്ക് വീണ്ടും ആയുധശേഖരം വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എടുത്ത് പ്രയോഗിക്കാവുന്ന ഏറ്റവും മികച്ച സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള
മെഷീൻ ഗണ്ണുകളായിട്ടാണ് നമ്മൾ വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. വലിയ സന്തോഷമുള്ള വാർത്തകളാണ് കമ്പനിയിൽ വരുന്നത്. ഇനി അതിന്റെ മേലേക്കുള്ള ലീഡേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, കമ്പനി അടുത്ത വർഷം 2025 മുതൽ പുതിയ ചില ഇൻകത്തെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഒരു ലീഡർഷിപ്പ് ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻകത്തെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റാങ്ക് ചേഞ്ച് ആവുന്ന ലീഡേഴ്സിനൊക്കെ ആ റാങ്ക് മാറുന്ന സമയത്ത് ഒന്നുകിൽ ഒരു എമൗണ്ടോ അതല്ലെങ്കിൽ ഒരു ടൂറോ, അതായത് ഒരു STC ആകുന്ന സമയത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും കറങ്ങാനുള്ള ഒരു ടൂർ, അതല്ലെങ്കിൽ തത്തുല്യമായ ഒരു എമൗണ്ട്, അങ്ങനെ ഓരോ റാങ്ക് മാറുന്ന സമയത്തും നിങ്ങളെ ഒന്നുകിൽ ഒരു തുകയോ അല്ലെങ്കിൽ ഒരു ടൂറോ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായും ഓരോ റാങ്ക് മാറുമ്പോൾ ഒരു ടൂർ പോകുന്ന ഉറപ്പിക്കാൻ കഴിയും. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു തുക കമ്പനി റാങ്ക് മാറുമ്പോൾ ഒരു അഡീഷണൽ ബോണസ് ആയി തരുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നമുക്ക് ആവേശം തരുന്ന ന്യൂസുകളുമായിട്ടാണ് നമ്മുടെ കമ്പനി മുമ്പോട്ട് പോകുന്നത്. അപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരോടും ഒരിക്കൽ കൂടി പറയണ, മുടക്കുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വഞ്ചിക്കപ്പെടില്ല. ഹോൾസെയിൽ റേറ്റിൽ ഈ ഉൽപ്പന്നങ്ങൾ ജീവിതകാലം മുഴുവൻ വാങ്ങി ഉപയോഗിക്കാവുന്ന ഒരു ലൈസൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഓപ്പർച്യൂണിറ്റി കൽപ്പിക്കുന്നത്. ഇനി നിങ്ങൾ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിൽപ്പനക്കാരായി മാറുക. അതിന് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിറ്റുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇനി നിങ്ങൾ സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, നിങ്ങൾ മാസങ്ങളോളമാണ് വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധാന്യങ്ങൾ നടണം. നിങ്ങൾ വർഷങ്ങളോളം വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരങ്ങൾ നടണം. നിങ്ങൾ തലമുറകളോളം വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യനെ നടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് തലമുറ കൈമാറാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കയ്യിലേക്ക് കിട്ടാൻ, മനുഷ്യ നടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ക്ഷണിച്ചത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഒക്കെ ഈ മണ്ണിലില്ലാത്ത കാലത്തും ഈ ഓപ്പർച്യൂണിറ്റി ഈ നാട് മുഴുവൻ ആളിപ്പടരുമ്പോൾ അതിന്റെ ഏറ്റവും മികച്ച ഒരു ഗുണം നമ്മളെയൊക്കെ കുടുംബത്തിലേക്ക് എത്തും എന്ന് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാട് കത്തിക്കാൻ ആവശ്യമായ തീപ്പന്തം കത്തുന്നാലും കാട് കത്തിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ കൂട്ടുകാരില് ഒരുപക്ഷെ ഈ ഒരു തീ കത്തിക്കുന്ന തീപ്പന്തമായി ഞാനും നിങ്ങളും മാറിയെങ്കിൽ നാളെ നമ്മള് കെട്ടുപോകുന്ന കാലഘട്ടത്തിൽ, നമ്മൾ ഇല്ലാതെ പോകുന്ന കാലഘട്ടത്തിൽ അവരിലൂടെ ഈ കാട് കത്തുകയും അതിന് കാരണക്കാരായ എന്റെ നിങ്ങളെ കുടുംബത്തിലേക്കൊക്കെ വരുമാനം എത്തിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആരെയും പറഞ്ഞു പറ്റിക്കേണ്ടാത്ത, ആരെയും വേദനിപ്പിക്കേണ്ടാത്ത, ആരോടും കളവ് പറയേണ്ടാത്ത, എന്നാൽ അവന്റെ ശീലങ്ങൾ മാറ്റേണ്ടാത്ത, അതോടൊപ്പം അവന്റെ ബ്രാൻഡ് നെയിം മാത്രം ഒന്ന് മാറ്റുന്ന കുറച്ച് ഉൽപ്പന്നങ്ങളെ കുറിച്ച് മറ്റുള്ളവരോട് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതുവഴി അവർക്കും നമുക്കും നേട്ടം ഉണ്ടാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. അതിനേക്കാളും എന്നെ സന്തോഷിപ്പിക്കുന്ന ഒന്ന്, ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ് എന്നുള്ളതാണ്. ഞാനും നിങ്ങളൊക്കെ ഇന്നും വാങ്ങി ഉപയോഗിക്കുന്ന 80-85% ഉൽപ്പന്നങ്ങളും വിദേശികളുടേതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ FMCG, ഫാസ്റ്റ് മൂവിംഗ് ഗുഡ്സ് വാങ്ങി ഉപയോഗിക്കുന്ന എല്ലാം ഹിന്ദുസ്ഥാൻ ലിവറിന്റെയാണ്. ഹിന്ദുസ്ഥാൻ ലിവർ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. എന്നാൽ ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത് മുഴുവനും ഒരു ഇന്ത്യൻ കമ്പനിയാണ് എന്ന് നിങ്ങൾ നോക്കുക. അതുകൊണ്ട് തന്നെ ഇതിന് ലാഭവിഹിതം മുഴുവനും നമ്മുടെ ഈ രാജ്യത്ത് തന്നെ, ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന തരത്തില് ഈ നാട്ടിൽ ഒരുപാട് സാധാരണക്കാരെ കണ്ണീരൊപ്പിക്കൊണ്ട് വളരാൻ നമുക്ക് വേണ്ടി കഴിയും. ഇതിനു വേണ്ടി ഞാൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സമയത്ത് ഈ ഉൽപ്പന്നങ്ങൾ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നതിന് അതിന്റെ ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്ന, ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ദരിദ്ര കർഷകന്റെ കണ്ണീരൊപ്പാൻ ഈ ഒരു ബിസിനസ് സഹായിക്കും. ആ ഉൽപ്പന്നങ്ങൾ വെട്ടിയെടുത്ത് ഇന്ത്യൻ ഫാക്ടറികളിൽ പണിയെടുക്കുന്ന ഇന്ത്യയിലെ ഫാക്ടറി തൊഴിലാളികൾക്ക് ഒരു വരുമാനം കൊടുക്കാൻ എന്റെയും നിങ്ങളെയും ഈ ഒരു എളിയ ശ്രമത്തിന് നടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഔട്ട്ലെറ്റുകളിൽ നിന്നൊക്കെ ഉൽപ്പന്നങ്ങൾ എടുത്തു തരികയും കമ്പ്യൂട്ടറുകൾ കൈകാര്യം ചെയ്യുന്ന അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് ഒരു തൊഴിലവസരം കൊടുക്കാൻ ഇത് സഹായകരമാവും. ഈ നാട്ടിലെ ഒരുപാട് സാധാരണക്കാർക്ക് മുതൽ മുടക്കില്ലാതെ ബിസിനസ് ചെയ്യാനും അതുവഴി ഒരു വരുമാനം ഉണ്ടാക്കാനും കഴിയും. ഇത് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏകദേശം 6500 കോടി രൂപയുടെ ടൂത്ത് പേസ്റ്റ് ഇന്ന് വിൽക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ ലിവർ പോലുള്ള അതേപോലെ കുത്തക കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും അത് റിലയൻസും മോറും
ഫാബ്മാളും അതേപോലുള്ള കുത്തക കമ്പനികള് വിറ്റഴിക്കുകയും ചെയ്ത് കോടികള് സമ്പാദിക്കുന്ന സമയത്ത് ഉൽപാദനത്തിനകത്തും വിതരണത്തിനകത്തും ഇന്ത്യയിലെ അല്ലെങ്കിൽ വിദേശത്തെ കോടീശ്വരന്മാർ മാത്രമുള്ള സമയത്ത് ആ ടൂത്ത് പേസ്റ്റിന്റെ ബിസിനസ്സിനകത്തേക്ക് ഞാനും നിങ്ങളും ഒരുമിച്ച് നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരെ ആളുകളെ സമാന്തരമായി നിർത്തി നമ്മൾ അതിന്റെ ചെറിയ പങ്ക് പറ്റാൻ തീരുമാനിച്ചാൽ അതിന്റെ ഒരു 20% ഷെയറെങ്കിലും നമുക്ക് പിടിച്ചെടുക്കാമെന്നാണ് കമ്പനി കണക്കുകൂട്ടുന്നത്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് വിറ്റഴിക്കപ്പെടുന്ന 6500 കോടി രൂപയുടെ ടൂത്ത് പേസ്റ്റിനകത്ത് വെറും 20% നമ്മൾ പിടിച്ചെടുത്താൽ 1300 കോടി രൂപയുടെ കച്ചവടം വഴിമാറി ഒഴുകും. ആ 1300 കോടിയിൽ 650 കോടി ഉൽപാദന ചെലവും ലാഭവും അതിന്റെ വിതരണവും എല്ലാം ചേർത്ത് കമ്പനി എടുക്കും. ബാക്കി 650 കോടി രൂപ ഈ നാട്ടിലെ സാധാരണക്കാരായ എന്റെയും നിങ്ങളെയും കയ്യിലേക്ക് ഒഴുകും. അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളുടെ മേലെയും ഈ നാട്ടിൽ നടക്കുന്ന ബിസിനസിന്റെ ഒരു ടേൺ ഓവർ നമ്മൾ പിടിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ദരിദ്രരായ സാധാരണക്കാരായ ആൾക്ക് മുഴുവനും അവരെ കണ്ണീരൊപ്പാനും പ്രവർത്തിക്കാൻ മനസ്സുള്ള ആർക്കും വലിയ വരുമാനത്തിലേക്ക് എത്താനും ഈ ഓപ്പർച്യൂണിറ്റി സഹായിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഈ കഴിഞ്ഞ 2015 വരുന്ന സമയത്ത് സാധാരണ ഒരു മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ അവിടെ നിന്ന് മാറി ചിന്തിക്കാൻ തയ്യാറായപ്പോ ആദ്യ ID എന്റെ പേരിൽ ID ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇതിനകത്ത് പറയുന്ന മാക്സിമം പേ ഔട്ടായ 2,10,000 രൂപ വാങ്ങിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും പണം കിട്ടുന്ന സമയത്ത് ആവേശം കൂടും. അതുകൊണ്ട് തന്നെ ആ ഞാൻ വാങ്ങിക്കുന്ന വരുമാനം എന്റെ ഭാര്യയ്ക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഭാര്യയുടെ പേരിൽ ഒരു ID ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇത്തിരി കാലം കഴിഞ്ഞ സമയത്ത് 2,10,000 രൂപ ആഴ്ചയിൽ ഭാര്യയുടെ ഐഡിയിലും വാങ്ങിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ 2 ID സീലിംഗ് എമൗണ്ട് വാങ്ങിക്കാൻ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ID 10 ലക്ഷം BE മാച്ച് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1,20,00,000 രൂപ നമുക്ക് മറ്റൊരു ചെലവില്ലാതെ കമ്പനി തരുന്നുണ്ടാവും. അങ്ങനെ 2 ഐഡികളിൽ 10 ലക്ഷം 15 ലക്ഷം ഒന്നും അല്ല മാച്ച് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് അറിയാലോ. അപ്പോ 2 ഐഡികളിൽ അങ്ങനെ മാച്ച് ചെയ്ത ഐഡിക്ക് തത്തുല്യമായ ഒരു ഇൻകം ഇത്തിരി കോടികള് ഈ ബിസിനസ് വാങ്ങിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു കർഷകന്റെ മകനായ എനിക്ക് ഇന്ന് വലിയ വ്യവസായികൾ സഞ്ചരിക്കുന്ന കോടികൾ വരെയുള്ള കാറുകൾ എന്ന് പറയണ്ടല്ലോ, അങ്ങനെ ഏകദേശം 1 കോടിയോടൊക്കെ അടുത്തുള്ള വിലയുള്ള കാറിലൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം, അങ്ങനൊരു കാറ് വാങ്ങിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരുപാട് വിദേശ യാത്രകൾ പോകാനും വില കൂടിയ കാറുകൾ സ്വന്തമാക്കാനും വലിയ വീട് നിർമ്മിക്കുന്നതിനും കുറെ അസറ്റ് ബിൽഡ് ചെയ്യുന്നതിനൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി സഹായിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ചെയ്തത് ഈ കമ്പനിയിൽ ഒരു ID അടിക്കുകയും ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയും മറ്റുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പറയുകയും അവരെ ഈ ഐഡിയിലേക്ക് ചേർക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോ ഞാനും എന്റെ കൂടെ വന്ന ഒരുപാട് ലീഡർമാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. എന്നാൽ ഇന്ന് വരെ ഞാൻ കാരണം പണം നഷ്ടപ്പെട്ട വഞ്ചിക്കപ്പെട്ട ഒരു കുട്ടിയും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. ഞാൻ പണം വാങ്ങിച്ച എല്ലാവർക്കും ഉൽപ്പന്നം കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങി ഉപയോഗിച്ചവര് അത് മുതലാക്കി, പ്രവർത്തിച്ചവര് വാങ്ങി വിറ്റ് ലാഭം ഉണ്ടാക്കി, ആളുകൾ റിക്രൂട്ട് ചെയ്തൊരു പാസീവ് ഇൻകവും അനോമേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് മാൻ പവർ മൾട്ടിപ്പിൾ ചെയ്ത ഇൻകം വർദ്ധിപ്പിക്കുന്നു. നഷ്ടസാധ്യത ഇല്ലാത്ത ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ കാണുന്ന മണി ചെയിൻ അല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഇത് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളുടെ കച്ചവടം തന്നെയാണ് എന്ന് നിങ്ങൾ അറിയണമെന്നും അതറിയാൻ ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കണമെന്നും കഴിയുമെങ്കിൽ ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലും മീറ്റിങ്ങുകളിലും നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്നും, അങ്ങനെ ലേണിംഗ് ഈസ് ഏണിംഗ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പഠനമാണ് നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ നേട്ടം എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് വളരാൻ കഴിയട്ടെ. നാളുകളിൽ എന്റെ തുടക്കകാലത്ത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന അന്ന് ഞാൻ ആദ്യമായി അയച്ച മീറ്റിങ്ങുകൾ കേൾക്കാൻ വേണ്ടി ബസ്സിലും ബൈക്കിലും ഓട്ടം പിടിച്ചൊക്കെ വന്ന ലീഡേഴ്സ് ഒക്കെ, അന്നത്തെ എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഇന്ന് ബെൻസ് കാറുകളിലും അതോടൊപ്പം തന്നെ ഫോർച്യൂണർ കാറുകളിലും വില കൂടിയ കാറുകളിൽ സഞ്ചരിച്ചുകൊണ്ടാണ് ഇന്ന് അവരൊക്കെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ അവസരം കേട്ട നിങ്ങൾക്കും നാളുകളിലേക്ക് അങ്ങനെ വില കൂടിയ കാറുകളിലൊക്കെ സഞ്ചരിക്കാനും വലിയ ഇൻകങ്ങൾ സമ്പാദിക്കാനും ഒരുപാട് വിദേശ യാത്രകൾ പോകാനും വലിയ സന്തോഷത്തോടെ വളരാനും കുടുംബജീവിതം നയിക്കാനും ഒക്കെ സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു.